അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇഡ്ഡലി മാവ് കൊണ്ട് 5 തരം ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ മാവ് മതി കേട്ടോ നമുക്ക് ദോശ, അതുപോലെ മസാല ദോശ, നെയ് റോസ്റ്റ്, ഇഡ്ഡലി, ഊത്തപ്പം, ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഈ മാവ് വെച്ചിട്ട് ഫ്രൈ ചെയ്ത ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ജിലേബി, അതുപോലെ മോരപ്പം ഒക്കെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതിനൊക്കെ ഒരൊറ്റ മാവ് മതി കേട്ടോ. ഇനി ചിലർ പല ഇതിലായിരിക്കും മാവ് ഉണ്ടാക്കുന്നത്. ഒരു ദോശക്ക് വേറെ മാവ്, ഇഡ്ഡലിക്ക് വേറെ മാവ്, അങ്ങനെയാവും. ഇതങ്ങനെ വേണ്ട, നമുക്ക് ഒരൊറ്റ മാവ് മതി. ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഡ്ഡലി മാവാണിത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആ ഒരു വീഡിയോയിൽ. അപ്പോൾ വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അരി, ഉഴുന്ന് ഒക്കെ അരക്കുന്ന അളവുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം നമ്മൾ ഇഡ്ഡലിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്ക് കുറച്ച് കട്ടിയുള്ള മാവാണല്ലോ വേണ്ടത്. ദോശക്ക് അത്ര കട്ടി വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ഇഡ്ഡലി ഒഴിച്ചിട്ട് നമുക്ക് ആവിക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ അതേ ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ഇഡ്ഡലിൻ്റെ അത്രയും കട്ടി നമുക്ക് ദോശക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ട് നമ്മൾ ദോശ തവയോ അല്ലെങ്കിൽ ദോശക്കല്ലോ വെച്ചിട്ട് നമ്മളിതുപോലെ ദോശ ചുട്ടെടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ദോശക്കല്ലാണെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാനായിട്ട്. ഇങ്ങനെ നോൺ സ്റ്റിക്ക് തവയാണെങ്കിൽ നമുക്ക് എണ്ണേൻ്റെ ആവശ്യമില്ല. ഇനി നന്നായിട്ട് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് നിങ്ങൾ വെച്ചാൽ മതി. ഇപ്പം ഞാൻ അധികം മൊരിക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെച്ചിട്ടില്ല കേട്ടോ മാവ്, അതുകൊണ്ട് തന്നെ പുളിപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ പുളിപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ടൈം വെച്ചിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഊത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ മാവ് തന്നെ എടുത്തിട്ട് കുറച്ച് ചെറുതാക്കി ഒന്ന് ദോശയാക്കിയിട്ട് ചുട്ടിട്ട് നമ്മളിതിലേക്ക് ക്യാരറ്റ്, അതുപോലെ ഉള്ളി, മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ ചീസും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതും നമുക്ക് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ കുറച്ചും കൂടെ ടൈം വെച്ചാൽ മതി. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് രണ്ടെണ്ണം വീതം ചുട്ടെടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് നെയ്യൊന്ന് മുകളിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക, ആ വെജിറ്റബിൾസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ മാവ് തന്നെ എടുത്തിട്ട് നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് ദോശ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കട്ടി കുറച്ചിട്ട് വേണം നമ്മളിത് ചുറ്റിച്ചെടുക്കാനായിട്ട്. ഇത് മസാല ദോശക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ദോശ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ്, ബീൻസ് ഒക്കെ ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ മസാല ഉണ്ടാക്കുന്നൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കി എടുക്കാം. ഇതുപോലെ മസാല വെച്ചിട്ട് നമുക്ക് ദോശ ഒന്ന് ക്രിസ്പ് ആകുന്നവരെ കുറച്ച് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ച് വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഒരുപാട് വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയതാക്കിയിട്ട് നിങ്ങൾ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ മസാല ഞാൻ കാണിക്കാത്തതിൻ്റെ കാരണം തന്നെ നിങ്ങൾ പല രീതിയിലായിരിക്കും പലരും ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയതാക്കിയിട്ട് തന്നെ കട്ടി കുറച്ചിട്ട് ദോശ ചുറ്റിച്ചെടുത്തതിന് ശേഷം നെയ്യ് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. അത്രയേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ 5 ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇത് ചട്നിയോ സാമ്പാറോ മസാല എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഒരൊറ്റ മാവുന്നാണ് നമ്മൾ ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ദോശമാവിൻ്റെ റെസിപ്പി നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു സോഫ്റ്റ് ഇഡ്ഡലിൻ്റെ ആ ഒരു റെസിപ്പി കണ്ടു നോക്കുക. അപ്പം നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.